ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഇറാൻ രംഗത്ത്. ഇക്കാര്യം ഇറാൻ യുഎസിനെ അറിയിച്ചതായാണ് വിവരം. മേഖലയിൽ സൈനിക സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ പുതിയ നീക്കം. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ യുഎസ് പിൻവലിക്കാൻ തയ്യാറായാൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്നാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാൻ തയ്യാറായാൽ മാത്രമേ ചർച്ചകൾ സാധ്യമാകൂമെന്ന് ഇറാൻ വ്യക്തമാക്കി. ബിബിസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രി മജീദ് തഖ്ത് റവാഞ്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആണവ കരാറിൽ എത്തുന്നതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ നീക്കമാണ് ഇനി വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഇത് വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാണെന്നതിന് തെളിവാണെന്നും അദ്ദേഹം വാദിച്ചു. ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന നിലവാരത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം ഇറാനുമായി അമേരിക്ക കരാർ ആഗ്രഹിക്കുന്നുവെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഒരു കരാറിനാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻഗണനയെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആയി നടന്ന ചർച്ചയിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും റൂബിയോ പറഞ്ഞു. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഉടൻ നടക്കുമെന്നും റൂബിയോ സ്ഥിരീകരിച്ചു. ആരെയും കാണാൻ തയ്യാറുള്ള ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത്. നാളെ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഖമേനി പറഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേസമയം ഇറാനിൽ ഭരണമാറ്റമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ ഭരണം മാറ്റമായിരിക്കും അവിടെ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് ട്രംപ് പറയുന്നു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം കരീബിയൻ കടലിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് മറ്റൊരു യുഎസ് യുദ്ധക്കപ്പൽ വിന്യസിച്ചതിന് ശേഷമാണ് ഈ പരാമർശം. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും നിലവിൽ പശ്ചിമേഷ്യൻ മേഖലയിലുണ്ട്. അതേസമയം ഇറാനെതിരായ അമേരിക്കൻ ആക്രമണം പശ്ചിമേഷ്യയെ കൂടുതൽ വഷളാക്കുമെന്ന് മേഖലയിലെ വിവിധ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ സംഘർഷ സാധ്യതയിലേക്ക് എത്തി നിൽക്കവേ ചർച്ചയിൽ ധാരണയിലെത്താനാകുമോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും മേഖലയിലെ അനുകൂല സംഘർഷങ്ങൾക്കുള്ള ആയുധവും സാങ്കേതിക വിദ്യയും നൽകുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്തുവെന്ന് നെതന്യാഹു അറിയിച്ചു. വിഷയത്തിൽ ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചെന്നും താൻ നിലപാടറിയിച്ചെന്നും നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏകദേശം 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത്. ഇറാനുമായി ഒരു നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. ഇറാൻ അമേരിക്ക ചർച്ചയിൽ ഇറാനുമായി ധാരണയിലെത്താൻ ആകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു. ട്രംപ് മുന്നോട്ട് വച്ച നിബന്ധനകൾ ഇറാനുമായി ധാരണയ്ക്ക് സഹായിക്കാൻ സാധ്യതയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം തന്നെ ഇറാനെതിരെ കനത്ത സൈനിക സമ്മർദ്ദവും അമേരിക്ക തുടരുകയാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാനുള്ള നീക്കം പെന്റഗൺ നടത്തി. ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാനും മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് സംരക്ഷണമൊരുക്കാനുമാണ് ഈ വമ്പൻ സൈനിക വിന്യാസമെന്ന് റൂബിയോ വ്യക്തമാക്കി. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.